നമസ്കാരം. മലയാളം SCRT ചാനലിലേക്ക് സ്വാഗതം. 4ാം ക്ലാസ്സിലെ 1ാമത്തെ പാഠം മണ്ണാങ്കട്ടയും കരിയിലയും. സങ്കല്പയാത്രയുടെ എത്രയെത്ര കഥകളും കവിതകളുമുണ്ടെന്നോ? അത്തരമൊരു കഥയാണ് മണ്ണാങ്കട്ടയുടെയും കരിയിലയുടെയും. ആ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? കഥ ഇതാ: മണ്ണാങ്കട്ടയും കരിയിലയും. ഇത് മണ്ണാങ്കട്ടയുടെയും കരിയിലയുടെയും സൗഹൃദത്തിൻ്റെ കഥയാണ്. പരസ്പര സഹായത്തിൻ്റെ കഥയാണ്. ഒരിക്കൽ ഒരു കരിയില കാറ്റത്ത് അങ്ങനെ പറന്നു നടക്കുകയായിരുന്നു. കാര്യം ഒരുപാട് സ്ഥലങ്ങളൊക്കെ കണ്ടുകൊണ്ടുള്ള ആ പറക്കൽ നല്ല രസമുള്ളതാണെങ്കിലും തനിയെയുള്ള യാത്ര കരിയിലേക്ക് വല്ലാതെ മടുത്തു. അപ്പോഴാണ് ഒരു മണ്ണാങ്കട്ട തനിയെ ഇരിക്കുന്നത് കരിയില കണ്ടത്. കരിയില വേഗം മണ്ണാങ്കട്ടയുടെ അടുത്തെത്തി. ഉടൻ തന്നെ അവർ രണ്ടുപേരും കൂട്ടുകാരായി. രണ്ടുപേരും കൂടി ഒരുമിച്ച് കാശിക്ക് യാത്ര തിരിക്കാൻ തീരുമാനിച്ചു. രണ്ടാളും കാശിയെപ്പറ്റി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതുവരെ കണ്ടിട്ടില്ല. ഒറ്റയ്ക്ക് പോകാൻ ഭയമായതുകൊണ്ട് ശ്രമിച്ചിട്ടുമില്ല. കാശി പുണ്യസ്ഥലമല്ലേ? എന്തായാലും രണ്ടു കൂട്ടുകാരും യാത്ര പുറപ്പെട്ടു. ഇടയ്ക്കൊക്കെ ഒന്ന് വിശ്രമിച്ച് കഥകൾ പറഞ്ഞ് കളിച്ചു ചിരിച്ച് ഒരു അടിപൊളി യാത്ര. കുറേ ദിവസം അങ്ങനെ യാത്ര ചെയ്ത് സന്തോഷമായി കടന്നുപോയി. എന്നാൽ ഒരു ദിവസം പെട്ടെന്ന് ശക്തമായ കാറ്റ് വീശാൻ തുടങ്ങി. കാറ്റിൻ്റെ ശക്തി കൂടാൻ തുടങ്ങിയതും കരിയില കിടുകിടയെ വിറയ്ക്കാൻ തുടങ്ങി. ഇനി രക്ഷയില്ല. എങ്ങോട്ടെന്നില്ലാതെ കരിയിലയെ കാറ്റ് പറത്തിക്കളയും. പക്ഷേ മണ്ണാങ്കട്ട കരിയിലയുടെ രക്ഷയ്ക്കെത്തി. മണ്ണാങ്കട്ട വേഗം കരിയിലയുടെ മുകളിൽ കയറിയിരുന്നു. കാറ്റ് നിന്നപ്പോൾ രണ്ടുപേരും വീണ്ടും യാത്ര തുടർന്നു. കുറേ ദൂരം എത്തിയപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. ഇത്തവണ മണ്ണാങ്കട്ടയാണ് പേടിച്ചത്. മഴ കൊണ്ടാൽ മണ്ണാങ്കട്ട അലിഞ്ഞില്ലാതാവില്ലേ? കരിയില എന്തു ചെയ്തെന്നോ? ഉടനെ മണ്ണാങ്കട്ടയുടെ മുകളിൽ കയറി ഒരു കുട പോലെ ഇരിപ്പായി. അങ്ങനെ മണ്ണാങ്കട്ട രക്ഷപ്പെട്ടു. മഴ തോർന്നപ്പോൾ വീണ്ടും അവർ യാത്ര തുടങ്ങി. പിന്നെയും കുറേ ദൂരം ആടിപ്പാടി രസിച്ച് അവർ യാത്ര ചെയ്തു. പെട്ടെന്നാണ് കാറ്റ് വീശാൻ തുടങ്ങിയത്. കാറ്റ് ശക്തിയാർജിച്ചതോടെ മഴയും ഒപ്പമെത്തി. ഇപ്രാവശ്യം കൂട്ടുകാർക്ക് പരസ്പരം സഹായിക്കാൻ പറ്റിയില്ല. പാവം കരിയില കാറ്റത്ത് എങ്ങോട്ടോ പറന്നു പോയി. മണ്ണാങ്കട്ടയാകട്ടെ മഴയത്ത് അലിഞ്ഞ് ഇല്ലാതായി. അങ്ങനെ മണ്ണാങ്കട്ടയുടെയും കരിയിലയുടെയും കഥ കഴിഞ്ഞു. മണ്ണാങ്കട്ടയും കരിയിലയും യഥാർത്ഥമായും ഉള്ളതാണോ? അവർ നടത്തിയത് യഥാർത്ഥ യാത്രയാണോ? അല്ല അല്ലേ? അതൊരു ഭാവന മാത്രമാണ്. സങ്കല്പയാത്രയാണ്. ഈ പാഠത്തിൽ വരുന്ന എല്ലാ രചനകളും സങ്കല്പയാത്രകൾ തന്നെയാണ്. എല്ലാവർക്കും യാത്ര ഇഷ്ടമാണല്ലോ അല്ലേ? ഓരോ യാത്രയും പുതിയ പുതിയ അനുഭവങ്ങൾ നൽകുന്നവയാണ്. പുതിയ കാഴ്ചകൾ നൽകുന്നവയാണ്. കണ്ടും കേട്ടും സ്പർശിച്ചും നാം അനുഭവിക്കുന്ന യാത്ര ചിന്തകളിലൂടെ കൂടി അനുഭവിക്കുമ്പോഴാണ് പൂർണ്ണമാവുക. യാത്രയിൽ പ്രതീക്ഷിച്ചതെല്ലാം ലഭിക്കണമെന്നില്ല. ആഗ്രഹിക്കാത്ത പലതും ഉണ്ടായെന്നും വരാം. മണ്ണാങ്കട്ടയുടെയും കരിയിലയുടെയും യാത്രയിൽ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് അല്ലേ? അവർക്ക് പ്രതീക്ഷിച്ചതുപോലെ കാശിക്ക് എത്താൻ പറ്റിയില്ല. ഇനി ഇവിടെ ഈ ചിത്രം നോക്കൂ. ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത്? ചെടികൾ, വള്ളികൾ, മരങ്ങൾ, പക്ഷികൾ, ജന്തുക്കൾ എന്നിവയെല്ലാമുള്ള ഒരു പ്രദേശം അല്ലേ? ഏതെല്ലാം ജീവികളെയാണ് ചിത്രത്തിൽ കാണുന്നത്? ആന, മുയൽ, തവള, കടുവ, അങ്ങനെ അല്ലേ? ഒറ്റ നോട്ടത്തിൽ നമ്മുടെ കണ്ണിൽപ്പെടുന്ന ജീവികൾ ഏതെല്ലാമാണ്?
ആനയെ പെട്ടെന്ന് കാണാൻ പറ്റിയല്ലേ? അതുപോലെ മുയലിനെയും. മറ്റെല്ലാം കുറച്ചുകൂടി സൂക്ഷ്മമായി നോക്കിയപ്പോഴാണ് കണ്ടത് അല്ലേ? ജീവികൾ അല്ലാതെ മറ്റെന്തെല്ലാമാണ് ചിത്രത്തിലുള്ളത്? മരങ്ങളുണ്ട്, പിന്നെ വള്ളികൾ, ചെടികൾ, പക്ഷികളൊക്കെ ഉണ്ടല്ലേ? ഇവയെല്ലാം ഉള്ള സ്ഥലത്തെ നാം പൊതുവായി എന്താണ് വിളിക്കുക? കാട് അല്ലേ? കാട് എന്നല്ലേ വിളിക്കുക? ചിത്രത്തിലുള്ള കാട് ആദ്യം തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞോ? ഇല്ല. എന്തുകൊണ്ടാണ്? കാട് എന്നാൽ മരങ്ങളും ചെടികളും വള്ളികളും പക്ഷികളും മൃഗങ്ങളും എല്ലാം അടങ്ങിയ പ്രദേശമാണ്. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ, ആദ്യം തന്നെ നോക്കുമ്പോൾ ഇവയെല്ലാം ഒന്നിച്ച് കാണാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ മരങ്ങൾ മാത്രമാണ് കാണുക, ചിലപ്പോൾ മൃഗങ്ങളെ കാണാം, ചിലപ്പോൾ പക്ഷികളെ കാണാം. പക്ഷേ ഇതെല്ലാം ഒന്നിച്ച് കാണുമ്പോഴാണ് കാട് യാഥാർത്ഥ്യമാവുക അല്ലേ? കാടിനെക്കുറിച്ചുള്ള കാഴ്ച, കാടിൻ്റെ കാഴ്ച പൂർണ്ണമാവുന്നത് അപ്പോൾ മാത്രമാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ യാത്രയിൽ പ്രതീക്ഷിക്കുന്നതെല്ലാം കാണണമെന്നില്ല എന്ന്, പ്രതീക്ഷിക്കാത്തത് കാണാമെന്നും. ഇനി മുന്നറിയിപ്പ് എന്ന കവിത നോക്കിയാലോ? കവിത വായിക്കാം. കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം. കാണണമെന്നു വിചാരിക്കുന്നതു കാണാൻ ചെന്നാൽ കാണില്ല. ശരിക്കും മുന്നറിയിപ്പ് തന്നെയാണല്ലേ? ആർക്കുള്ള മുന്നറിയിപ്പാണ്? കാഴ്ചകൾ കാണാൻ യാത്ര പോകുന്നവർക്കുള്ള മുന്നറിയിപ്പാണല്ലേ? എന്താ പറയുന്നത്? കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം. കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല. കടലുകൾ കാണാൻ പോയിട്ടീ ഞാൻ കണ്ടതു നീളെ തിരമാല. കപ്പലു കാണാൻ പോയിട്ടീ ഞാൻ കണ്ടതു കൂറ്റൻ മണിമേട. കാടുകൾ കാണാൻ പോയിട്ടീ ഞാൻ കണ്ടതു നീളെ മരമല്ലോ. കാണാൻ ചെന്നു വാരിക്കുഴി ഞാൻ കണ്ടതു കൂറ്റൻ കിണറല്ലോ. കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം. കാണണമെന്നു വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല. കവി എന്തൊക്കെയാണ് മുന്നറിയിപ്പ് നൽകുന്നത്? കാഴ്ചകൾ കാണാൻ പോകുന്നവർക്ക് എന്ത് മുന്നറിയിപ്പാണ് കവി നൽകുന്നത്? കാഴ്ചകൾ കാണാൻ പോകുന്നവർക്ക് കവി നൽകുന്ന മുന്നറിയിപ്പാണ്, നമ്മൾ കാണണമെന്ന് വിചാരിക്കുന്നതൊന്നും കാണാമെന്ന് പ്രതീക്ഷിക്കരുത് എന്ന്. കാണണമെന്ന് വിചാരിക്കുന്നത് നമ്മൾ ചിലപ്പോൾ അവിടെ ചെന്നാൽ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നിട്ട് അദ്ദേഹം തൻ്റെ അനുഭവങ്ങൾ പറയുകയാണല്ലേ. എന്താ പറയുന്നത്? കടൽ കാണാൻ പോയപ്പോൾ എന്ത് സംഭവിച്ചു? എന്ത് കാഴ്ചയാണ് കണ്ടത് അദ്ദേഹം? കടലുകൾ കാണാൻ പോയിട്ടീ ഞാൻ കണ്ടതു നീളെ തിരമാല. കടൽ കാണാൻ പോയപ്പോൾ എന്താണ് കണ്ടത്? കണ്ടത് തിരമാലയാണല്ലേ. തിരമാല മാത്രമാണ് കടൽ കാണാൻ പോയപ്പോൾ കണ്ടത്. കടലെന്ന് പറഞ്ഞാൽ തിരമാല മാത്രമാണോ? എന്തൊക്കെ ഉണ്ടാവും കടലിൽ? തിരമാല മാത്രമായാൽ കടലായോ? അല്ല അല്ലേ. കടൽ എന്ന് പറഞ്ഞാൽ ഉപ്പുവെള്ളം നിറഞ്ഞ വലിയ ജലാശയമാണ്. തിരമാലകൾ ഇങ്ങനെ തീരത്ത് വന്നിടിച്ചുകൊണ്ടിരിക്കും. മണൽ നിറഞ്ഞ തീരമാണ് അല്ലേ. അതുപോലെ പലതരം കടൽ ജീവികളുണ്ടാവും, കടൽ പക്ഷികളുണ്ടാവും, കടലിൽ വാഹനങ്ങൾ അല്ലേ, കടലിലെ കപ്പലും അതുപോലെ ബോട്ടുകളുമൊക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ ചേർന്നത് ആണ് കടൽ. അല്ലാതെ തിരമാല മാത്രം കണ്ടാൽ അത് കടലാവില്ല. പിന്നെയോ, കപ്പലു കാണാൻ പോയിട്ടീ ഞാൻ കണ്ടത് കൂറ്റൻ മണിമേട. കപ്പൽ കാണാൻ പോയപ്പോഴെന്താ കണ്ടത്? വലിയൊരു
മണിമേടയാണ് കണ്ടതല്ലേ? ഭംഗിയുള്ള വലിയ കൊട്ടാരം പോലുള്ളൊരു വീടാണ് കണ്ടത്. മണിമേട എന്ന് പറഞ്ഞാൽ രത്നങ്ങൾ കൊണ്ട് മണികൾ കൊണ്ട് അലങ്കരിച്ച വലിയ മാളികയ്ക്കാണ് മണിമേട എന്ന് പറയുക. അപ്പോൾ കൂറ്റൻ എന്ന് പറഞ്ഞാൽ വലിയ. കപ്പൽ കാണാൻ പോയപ്പോൾ വലിയ രത്നാലങ്കൃതമായ മാളികയാണ് ഞാൻ കണ്ടത് എന്ന്. കപ്പൽ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? നല്ല വലിപ്പമുള്ളത് അല്ലേ? വലിയ നീണ്ട ഒരു ജലവാഹനമാണ് കപ്പൽ അല്ലേ? അതിന് ഭിത്തികളും മേൽക്കൂരയും ഒക്കെ ഉണ്ടാവും. ഒരു കെട്ടിടം പോലെ തന്നെയാണ് തോന്നുക അല്ലേ? നിരവധി ഡക്കുകൾ ഉണ്ടായിരിക്കും. ഡക്കുകൾ ശരിക്കും ഒരു കെട്ടിടത്തിൻ്റെ നിലകൾ പോലെയാണ് തോന്നുക അല്ലേ? അതുപോലെ യാത്രക്കാർക്കുള്ള ക്യാബിനുകളും എൻജിനും കൺട്രോൾ റൂമുകളും ചരക്കുകൾ വെക്കാനുള്ള ഇടമൊക്കെയാണ് ആ വ്യത്യസ്ത ഡക്കുകളിൽ ഉണ്ടാവുക. ഇനി കാടുകൾ കാണാൻ പോയിട്ടീ ഞാൻ കണ്ടതു നീളേ മരമല്ലോ. കാട് കാണാൻ പോയപ്പോൾ എന്താ കണ്ടത്? നിറയെ മരങ്ങൾ മാത്രമാണ് കണ്ടത്. മരങ്ങൾ മാത്രമായാൽ കാടായോ? നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ കണ്ടതാണല്ലേ. കാട്ടിലെ എന്തൊക്കെ കാഴ്ചകളാണ് കണ്ടത്? മൃഗങ്ങളുണ്ടല്ലേ, പലതരം മൃഗങ്ങളുണ്ട്. ചെടികളും മരങ്ങളും പക്ഷികളും വള്ളികളും ഒക്കെ ചേർന്നതാണ് കാട്. അല്ലാതെ മരങ്ങൾ മാത്രമായാൽ കാടാവില്ല അല്ലേ? കാണാൻ ചെന്നു വാരിക്കുഴി ഞാൻ കണ്ടതു കൂറ്റൻ കിണറല്ലോ. ഇനി വാരിക്കുഴി കാണാൻ ചെന്നപ്പോഴോ വലിയൊരു കിണറാണ് കണ്ടത് അല്ലേ? വാരിക്കുഴി ആനയൊക്കെ വീഴ്ത്താൻ വേണ്ടിയിട്ട് കുഴിക്കുന്നതാണല്ലേ. അപ്പോൾ വാരിക്കുഴി അന്വേഷിച്ചു പോയപ്പോൾ വലിയ കിണറാണ് കണ്ടത്. അപ്പോൾ കാഴ്ചകൾ കാണാൻ പോകുന്നവരെ ഒരു കാര്യം ഓർമ്മിച്ചോളൂ നിങ്ങൾ. എന്താണ്? കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം. കാണണമെന്നു വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല അല്ലേ? അപ്പോൾ കാഴ്ചകൾ കാണാൻ പോകുന്നവരെ നിങ്ങൾ ഒരു കാര്യം ഓർത്തോളൂ. കാണണമെന്ന് വിചാരിക്കുന്നത് കാണാനാവണമെന്നില്ല അല്ലേ? ഈ കവിത നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ്? എപ്പോഴാണ് ഒരു കാഴ്ച പൂർണ്ണമാവുക? പ്രത്യേകമായ വസ്തുക്കളെ കണ്ടതുകൊണ്ട് കാഴ്ച മുഴുവനാകില്ല. അവയ്ക്കെല്ലാം ബാധകമായിട്ടുള്ള പൊതുവായ പ്രത്യേകതകൾ കൂടി കണക്കിലെടുത്ത് ചിന്തകളിലൂടെ ഒരു പുതിയ ആശയം രൂപപ്പെടുത്തണം. അതുകൂടി ചേരുമ്പോഴാണ് കാഴ്ച പൂർണ്ണമാകുന്നത്. കാടിനെക്കുറിച്ച് പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മൾ നമ്മുടെ ക്ലാസ് റൂം കാണാൻ വരികയാണെങ്കിലോ, ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? കുട്ടികൾ മാത്രമാണോ ക്ലാസ് റൂം? അല്ല, ബെഞ്ചും ഡെസ്കും വേണം, മേശ വേണം, ടീച്ചർ വേണം, മറ്റ് പഠനോപകരണങ്ങളൊക്കെ വേണം അല്ലേ? അതൊക്കെ ചേർന്നാൽ മാത്രമേ, പഠന പ്രവർത്തനങ്ങളും ഒക്കെ ചേർന്നാൽ മാത്രമേ ഒരു ക്ലാസ് റൂം ആവുകയുള്ളൂ. അല്ലാതെ വെറും ഒരു ബെഞ്ചും ഡെസ്കുമുള്ള റൂമും മാത്രമായാൽ അതൊരു ക്ലാസ് റൂം ആവില്ല. പാഠം മനസ്സിലായല്ലോ? ഇനി കവിത എഴുതിയ ആളെ പരിചയപ്പെടാം. കവിത എഴുതിയത് ആരാണ്? അക്കിത്തത്തിൻ്റെ കുട്ടിക്കവിതകൾ, അക്കിത്തം. കവിത എഴുതിയത് അക്കിത്തം അച്യുതൻ നമ്പൂതിരി ആണ്. മലയാളത്തിലെ പ്രശസ്തനായ ഒരു കവിയായിരുന്നു അക്കിത്തം. അക്കിത്തം എന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടുപേരാണ്, ഇല്ലപ്പേരാണ്. അച്യുതൻ നമ്പൂതിരി എന്നാണ് മുഴുവൻ പേര്. അക്കിത്തം എന്നത് അദ്ദേഹം തൂലികാ നാമമായി ഉപയോഗിക്കുന്നതാണ്. അദ്ദേഹം ജനിച്ചത് 1926 മാർച്ച് 18 പാലക്കാട് ജില്ലയിലെ കുമാരനെല്ലൂരിലാണ്. കവിതയും ചെറുകഥകളും നാടകവും വിവർത്തനവും ഉപന്യാസവും ഒക്കെയായി ധാരാളം കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. 2020 ഒക്ടോബർ 15 അന്തരിച്ചത്. ഇനി പഠന പ്രവർത്തനങ്ങൾ നോക്കാം. കവിത താളത്തിൽ ചൊല്ലു നോക്കുമല്ലോ. രണ്ടാമത്തേത്, കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല. കവി ഇങ്ങനെ പറയാൻ കാരണം എന്താവും? ഒറ്റ നോട്ടത്തിൽ നാം ഒന്നിനെ മുഴുവനായി കാണുന്നില്ല, ഭാഗങ്ങൾ മാത്രമാണ്
കാണുന്നത്. അടുത്തത്, കാഴ്ചകൾ കാണാൻ പോകുന്നവർക്ക് കവി നൽകുന്ന മുന്നറിയിപ്പുകൾ എന്തെല്ലാമാണ്? കാണണമെന്ന് കരുതിയത് നോക്കുമ്പോൾ നമ്മൾ കാണണമെന്നില്ല എന്ന മുന്നറിയിപ്പാണ് കവി നൽകുന്നത്. കുറച്ചർത്ഥം: കൂറ്റൻ, വലിയ, നീളെ, പരക്കെ എന്ന് വെച്ചാൽ എല്ലായിടത്തും. മണിമേട, രത്നാലങ്കൃതമായ മാളിക. പര്യായ പദങ്ങൾ: മരം, തരു, ദാരു. കാട്, വനം, കാനനം. കടൽ, ആഴി, സമുദ്രം. ഇനി അടുത്ത പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.